ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canon എന്ന കമ്പനിയുടെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത കളർ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് പ്രിന്ററായ Canon PIXMA G6070 എന്ന പ്രിന്ററിന്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ്, അതായത് അതിൽ കാറ്റേജ് എങ്ങനെ ഹെഡ് എങ്ങനെ ഇൻസെർട്ട് ചെയ്യാം, ഇങ്ക് റീഫിൽ ചെയ്യാം, ഫസ്റ്റ് എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്ന എല്ലാം ഉള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഇന്ന് ഫ്രണ്ട്സ് നമ്മൾ Canon PIXMA G6070 എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്രിൻ്റർ, ഇതാണ് പ്രിൻ്ററിൻ്റെ ബോക്സ്. ഇതിനകത്താണ് പ്രിൻ്റർ ഉള്ളത്. ബോക്സിൽ തന്നെ ഏകദേശം ചെറിയ സ്പെസിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് 7 സപ്പോർട്ട് ചെയ്യുന്നുള്ളതും മാക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളതെല്ലാം ഫുൾ ഒരു ചെറിയ സ്പെസിഫിക്കേഷൻ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഫ്രണ്ടിൽ കണ്ടില്ലേ, ഇത് ബ്ലാക്ക് എത്ര ഇതിലെന്തൊക്കെ ഫീച്ചറുകളുണ്ട്, ഡയറക്റ്റാണ്, എത്ര പേജ് പ്രിൻ്റ് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഉള്ളത് എല്ലാം ഉള്ളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഈ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ മൈലേജ് കാണിക്കുന്നത് എസ്റ്റിമേറ്റ് ഡ്രാഫ്റ്റ് മോഡിൽ 6.4 എന്ന സൈസ് പ്രിൻ്റ് ചെയ്യുമ്പോൾ മാത്രം ഉള്ളൊരു മൈലേജാണ് കാണിക്കുന്നത്. നമുക്കൊരു A4 യൂസ് ചെയ്യുന്ന ആവറേജിൽ 3000-4000 പേജിൻ്റെ ഇടയിലായിട്ട് കിട്ടേണ്ടതാണ് നോർമൽ ഡ്രാഫ്റ്റ് മോഡിൽ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റർ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾ നിയറസ്റ്റ് സർവീസ് സെൻ്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് ആളുകൾ വന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ റിസ്ക് ഒഴിവാക്കാം. മറ്റേത് നിങ്ങൾ സ്വന്തം ചെയ്യുന്നിടയിൽ എന്തെങ്കിലും എറർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ DOA അല്ലെങ്കിൽ വാറണ്ടി സപ്പോർട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലൊരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത ടോൾ ഫ്രീ നമ്പർ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ നിയറസ്റ്റുള്ള സർവീസ് സെൻ്റർ നമ്പർ കിട്ടും. അവരുമായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോക്സിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, ഒരിക്കലും ഇങ്ക് ഫില്ല് ചെയ്തതിന് ശേഷം ചെരിഞ്ഞ് യൂസ് ചെയ്യുക, ട്രാൻസ്പോർട്ടിന് കൊണ്ടുപോവുക ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് ആ സ്റ്റിക്കർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. കഴിയുന്നതും ട്രാൻസ്പോർട്ടിങ് ഒഴിവാക്കുക. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ തന്നെ നമുക്ക് കാണാം പ്രിൻ്ററും പിന്നെ സൈഡിൽ ചെറിയൊരു തെർമോകോൾ പീസും കണ്ടില്ലേ. ഈ ഒരു സെറ്റ് ഈ മൊഡ്യൂൾ നമ്മൾ മാറ്റി വെക്കുന്നു. അതിൽ പവർ കേബിൾ, കമ്പ്യൂട്ടറുമായിട്ട് കേബിൾ കണക്ട് ചെയ്യാനുള്ള USB കേബിൾ വരുന്നുണ്ട്. ഇവിടെ ഒരു ഹെഡിൻ്റെ സെറ്റും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു തെർമോകോൾ പീസ് ഒഴിവാക്കുക. ശേഷം നമുക്ക് പ്രിൻ്റർ ഇതിൽ നിന്ന് എടുക്കാം. പക്ഷേ അതേപോലെ തന്നെ താഴെ കണ്ടില്ലേ, ഇത് യൂസർ മാനുവൽ, CD ഡ്രൈവ് ഒക്കെ ഉള്ള എല്ലാം ഉള്ളൊരു ബണ്ടിലാണ് ഈ വരുന്നത്. അത് മാറ്റി വെച്ചു. പിന്നെ ഇവിടെ അതേപോലെ തന്നെ ഇങ്കും 4 ഇങ്കും ബോക്സും പിന്നെ അതേപോലെ ഒരു ഹെഡിൻ്റെ ബോക്സും ആ ഒരു തെർമോകോൾ സെറ്റിലാണ് വരുന്നത്. അത് നമ്മൾ മാറ്റി വെച്ചു, കണ്ടില്ലേ. അപ്പോൾ പ്രിൻ്റർ ബോക്സിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പ്രിൻ്റർ ബോക്സിൽ നിന്ന് എടുത്തു. ഇനി നമുക്ക് കവർ ഒഴിവാക്കാം. കവർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കവർ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് ഈ ഓറഞ്ച് ടാപ്പുകൾ റിമൂവ് ചെയ്യണം. ശ്രദ്ധിക്കുക, ഈ സമയം നമ്മൾ ഒരിക്കലും പ്രിൻ്റർ പവർ കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഓണാക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന കംപ്ലീറ്റ് ഓറഞ്ച് ടാപ്പുകൾ ആദ്യം റിമൂവ് ചെയ്യാം. അപ്പം ഓറഞ്ച് ടാപ്പ് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഈ ഡിസ്പ്ലേ അതേപോലെ ടിൽറ്റ് ചെയ്യാൻ കഴിയും. ഒന്ന് വെയിറ്റ് ചെയ്യുക. കഴിയുന്നതും പ്രിൻ്റർ ഓൺലൈനിൽ നിന്ന് വാങ്ങാതിരിക്കാൻ നോക്കണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല പ്രോബ്ലംസും ഓൺലൈനിൽ നിന്ന് വാങ്ങിയ കസ്റ്റമേഴ്സിന് വന്നിട്ടുണ്ട്. ഡാമേജ് ആയിട്ടും വാറൻറ്റി പ്രോബ്ലം ആയിട്ടും പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. കഴിയുന്നതും നിങ്ങൾ ഒരു 1000 രൂപ 500 രൂപ കൂടിയാലും കുഴപ്പമില്ല. നിങ്ങൾ നിയറസ്റ്റുള്ള ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് കണ്ടാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഷോപ്പ് പോയിട്ട് നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്ത് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് വാറൻറ്റിയും അതേപോലെ അവർ കുറേ ഈ പ്രിൻ്റർ ഉപയോഗിക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഉള്ളതും പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ആ ഓറഞ്ച് ടാപ്പുകൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ അകത്ത് ഇതേപോലെ ഒരു ടാപ്പ് സെറ്റ് കാണുന്നുണ്ട്. അത് പല ആളുകളും റിമൂവ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. അവിടെ ആ ഒരു സെറ്റ് റിമൂവ് ചെയ്തിരിക്കണം. ആ ഓറഞ്ച് ടാപ്പ് കാണുന്നത് സിമ്പിളാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് സ്കാനർ സെറ്റ് ഒന്ന് 45 ആംഗിളിൽ ഉയർത്തി പിടിക്കുക. ശേഷം ഇതേപോലെ ടാപ്പ് റിമൂവ് ചെയ്താൽ മതി. സിമ്പിളാണ്. അപ്പം ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ഓറഞ്ച് ടാപ്പുകൾ റിമൂവ് ചെയ്തു. ഇവിടെ ഇതേപോലെ ഒരു പുതിയൊരു അഡ്വാൻസ്ഡ് ഫീച്ചർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രാൻസ്പോർട്ടിംഗ് മോഡിൽ അവിടെ ലിവർ നമുക്ക് ലെഫ്റ്റ് സൈഡിലാക്കി കഴിഞ്ഞാൽ അത് ലോക്കാവും.
നോർമൽ മോഡിൽ റൈറ്റ് സൈഡിൽ ഓപ്പൺ ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പ്രിൻ്ററിൽ ഹെഡ് ഇൻസേർട്ട് ചെയ്യണം. ഹെഡ് ഇൻസേർട്ട് ചെയ്യാൻ നമുക്ക് പ്രിൻ്ററിൻ്റെ കൂടെ തന്നെ അതിൻ്റെ 2 ഹെഡും കിട്ടിയിട്ടുണ്ട്. കളറിനൊരു ഹെഡും ബ്ലാക്ക് പ്രിൻ്റ് ചെയ്യാൻ ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഹെഡുമാണ് വരുന്നത്. അത് നേരത്തെ നമ്മൾ കണ്ട പോലെ ഈ ഫോട്ടോസ്റ്റാറ്റിൻ്റെ യൂണിറ്റ് 45 ആംഗിളിൽ ഓപ്പൺ ചെയ്ത് വെക്കുക. അല്ലേ, ജസ്റ്റ് ഇതേപോലെ ഓപ്പൺ ചെയ്യാനുള്ളൂ, സിമ്പിളാണ്. ഒരിക്കലും സ്കാനർ ഡോറല്ല, അതിൻ്റെ താഴെ ആയിട്ടാണ് ഒരു ഇത് വരുന്നത്. കണ്ടില്ല, ഈ ഒരു ഭാഗത്ത് ഇത് ഇതേപോലെ മുകളിലോട്ട് ഉയർത്തി പിടിച്ചാൽ അത് ഓപ്പണായി വരും. ഓക്കെ, അപ്പോൾ ഹെഡ് ഇടുന്നതിന് മുമ്പ് കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. ആദ്യം ഇതേപോലെ ഹെഡിൻ്റെ കാരേജ് ടോപ്പ് ഓപ്പൺ ചെയ്ത് വെക്കണം. ശേഷം ആദ്യം നമുക്ക് ഏതാണോ ഇൻസേർട്ട് ചെയ്യാനുള്ളത് അത് ഓപ്പൺ ആക്കുക. അപ്പോൾ ഹെഡിൻ്റെ കവർ, ആ പാക്കേജിൻ്റെ കവർ ഞാൻ ഓപ്പൺ ചെയ്തു. ആദ്യം നമ്മൾ ബ്ലാക്കാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്ലാക്കിന് ഇതേപോലെ 2 സ്റ്റിക്കറുകൾ വരുന്നുണ്ട്, ഓറഞ്ച് ടാപ്പുകൾ. അപ്പോൾ അത് റിമൂവ് ചെയ്യണം. അത് ഞാൻ റിമൂവ് ചെയ്തു. എന്നിട്ട് ആ കാരേജിൽ കണ്ടില്ലേ ബി എന്ന് എഴുതിയത് കണ്ടില്ലേ, അവിടെ തന്നെ ഈ ഹെഡുമുള്ള ഈ ബി എന്നുള്ളത് ഇൻസേർട്ട് ചെയ്യണം. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ബ്ലാക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ശേഷം കളറിൻ്റെ ഹെഡും നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അത് സീന്ന് എഴുതിയതാണ് കളറ്, അവിടെ കാരേജുമേ സീന്ന് കാണുന്നുണ്ട്. ആ ഗ്യാപ്പിലേക്ക്, ആ പൊസിഷനിലേക്ക് ഹെഡ് ഇതേപോലെ ഇൻസേർട്ട് ചെയ്യുക. സിമ്പിളാണ്, പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ശേഷം ഇതേപോലെ കാരേജിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്ത് ആ 2 ടോപ്പിൻ്റെ മുകളിലുള്ള അതും പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കണം, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആളുകളും ആ ഡോറ് ക്ലോസ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇങ്ക് റീഫിൽ ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ക് റീഫിൽ ചെയ്യാൻ 4 ബോട്ടിൽ പ്രിൻ്ററിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ബോക്സിൽ കിട്ടിയിട്ടുണ്ട് ഫ്രീ ആയിട്ട്. അപ്പോൾ അത് നേരത്തെ നമ്മൾ ഹെഡ് ഇൻസേർട്ട് ചെയ്യാൻ വെച്ച പോലെ തന്നെ സ്കാനർ മൊഡ്യൂൾ 45 ആംഗിളിൽ ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇവിടെ ബ്ലാക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ബ്ലാക്കിൻ്റെ ഒരു ടാങ്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലാക്ക് റീഫിൽ ചെയ്യാം. ജസ്റ്റ് സിമ്പിളാണ്, ടോപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ ടാങ്കിൻ്റെ ഗ്യാപ്പിലേക്ക് ഇതേപോലെ ബോട്ടിലൊന്ന് വെച്ചെടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെറിയ രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫില്ലായിക്കോളും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രിൻ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഇനി ഇങ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഓൺലൈനിൽ നിന്ന് ഇങ്ക് വരുത്തരുത്. അതേപോലെ തന്നെ നിങ്ങൾ വാങ്ങുന്ന ഷോപ്പിൽ നിന്നും ഈ മോഡലിൻ്റെ പേര് പറഞ്ഞു കൊടുത്ത് ഒറിജിനൽ ഇങ്കാണ് എന്നുള്ള ഉറപ്പിച്ചിട്ട് തന്നെ വാങ്ങാവൂ. കാരണം ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ വാറണ്ടി കട്ടാവുന്നതാണ്. ഫുൾ കാർ വാറണ്ടി കട്ടാവും. പിന്നെ അത് റെഡി ആയി വരാൻ ഏകദേശം വലിയൊരു എമൗണ്ട് തന്നെ വേണ്ടി വരും. ഏകദേശം പ്രിൻ്ററിൻ്റെ പകുതി എമൗണ്ടിൻ്റെ അടുത്തേക്കും ചിലപ്പോൾ സർവീസ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഒരിക്കലും യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഇങ്ക് റീഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കളർ ടാങ്ക് വരുന്ന പ്രിൻ്ററിൻ്റെ റൈറ്റ് സൈഡിലാണ്. അവിടെ കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട് CMY. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ബോട്ടിലും അതിൻ്റേതായ ബോട്ടിലും മാത്രമേ ആ ടാങ്കിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. മാറി ഒഴിച്ച് ഇപ്പോൾ സിയാനിൽ കൊണ്ടുപോയിട്ട് ബ്ലാക്കോ അല്ലെങ്കിൽ മജന്ത കൊണ്ടുപോയിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാറണ്ടി കവറേജ് കട്ടായി പോകും. അപ്പോൾ കാര്യം ഫസ്റ്റ് ടൈം ആയാലും ശരി, നിങ്ങൾ പ്രിൻ്റർ ഉപയോഗിക്കുന്ന സമയത്തായാലും ശരി, പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ സിയാന് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫിസിക്കലായി ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ടാങ്കിൽ ഇങ്ക് നിറയുന്നത് കാണാം. പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ ഇങ്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഫ്രണ്ടിലെ ഈ ലെവലിൽ നോക്കിയിട്ടാണ്. ഒരിക്കലും പ്രിൻ്റർ ഇങ്ങോട്ട് പറഞ്ഞു തരില്ല ഇങ്ക് കഴിയാനയക്കണം എന്നുള്ളത്. അത് പറഞ്ഞു തരും. ചില കമ്പ്യൂട്ടറിൽ വിൻഡോസിന് നമ്മളെ OSനനുസരിച്ചായിരിക്കും. അത് തെറ്റായൊരു കൗണ്ടിങ് ആണത്. അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റാറ്റസ് നമ്മൾ ഈ ടാങ്കിൻ്റെ ഫ്രണ്ടിലേക്ക് ഫിസിക്കലായി നോക്കുക തന്നെ വേണം. ഒരിക്കലും ലോ ലെവൽ ഇങ്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ സിയാന് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഉള്ളത് മജന്തയാണ്. മജന്തൻ്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്തു. ശേഷം ടാങ്കിലെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ഇതേപോലെ ബോട്ടിൽ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വെച്ചെടുത്തു. സിമ്പിളാണ്. കണ്ടില്ലേ, നമ്മളെ സിയാന് ഇങ്കത ടാങ്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യുക. ഇത് ശരിക്കും ഈ പ്രിൻ്റർ ബിഗിനേഴ്സിന് പറ്റിയൊരു പ്രിൻ്ററാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് കനോൻ്റെ PIXMA G20 2010 എന്ന പ്രിൻ്റർ അല്ലെങ്കിൽ G1010 G3010 എന്ന പ്രിൻ്ററാണ്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അതായത് ADF വരുന്നുണ്ട്, ID കാർഡ് പ്രിൻറ്റിങ് ഓപ്ഷൻ വരുന്നുണ്ട്, ഡ്യൂപ്ലെക്സ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടി ആ പ്രിൻ്ററിനെ അപേക്ഷിച്ച് ഇതിന് ആ ഒരു 2-3 ഫീച്ചർ കൂടുതലുണ്ട് തന്നെ ഉള്ളൂ. അതേപോലെ നെറ്റ്വർക്ക് പോർട്ടുകളും എക്സ്ട്രാ വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്.
ഓക്കെ, നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ, അത് സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ഏറ്റവും നല്ലത് G2010 അല്ലെങ്കിൽ G3010 ആണ് വാങ്ങുന്നതാണ് നല്ലത്. G3010 വാങ്ങുകയാണെങ്കിൽ മൊബൈലിൽ നിന്ന് പ്രിൻ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏകദേശം മജന്ത റീഫില്ലായി. ഇനി നമുക്ക് ലാസ്റ്റത്തെ വൺ യെല്ലോ ആണ് വരുന്നത്. അപ്പോൾ യെല്ലോ ഫില്ല് ചെയ്യാം. യെല്ലോൻ്റെ ബോട്ടിലെടുത്തു ഇങ്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടാങ്കിലേക്ക് ഇങ്ക് നിറയുന്നുണ്ട്. ഞാനിപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഏറ്റവും നല്ലത് പ്രിൻ്റർ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങളെ കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പർ കിട്ടും. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളെ നിയറസ്റ്റ് സർവീസ് സെൻ്ററത്തെ ആൾ വന്നിട്ട് നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് തരും. കാരണം ഇത് മറ്റ് പ്രിൻ്ററിൻ്റെ പോലെയല്ല, ചെറിയ രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് അത് അവർ സ്റ്റാഫ് തന്നെ വന്ന് ചെയ്യുന്നതായിരിക്കും. പിന്നെ വാറണ്ടി കവറേജും കറക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് 4 ടാങ്കിലും ഇങ്ക് റീഫില്ലായി കഴിഞ്ഞു. ശേഷം ഈ സ്കാനർ ഡോർ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ഇനി പ്രിൻ്ററിൽ ഈ സമയത്ത് മാത്രമേ, ഇതെല്ലാം കഴിഞ്ഞ് ഈ 2 പ്രോസസ്സിങ്, ഇപ്പോൾ ടാപ്പ് റിമൂവ് ചെയ്തു, ഹെഡ് ഇൻസേർട്ട് ചെയ്തു, ഇങ്ക് റീഫിൽ ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പവർ കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. പ്രിൻ്ററിൽ പവർ കേബിൾ അല്ലാതെ അതറായിട്ട് USB പോർട്ടും വരുന്നുണ്ട്, ഒരു നെറ്റ്വർക്ക് പോർട്ടും വരുന്നുണ്ട് ഈ മോഡലിന്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രിൻ്ററിൻ്റെ ഒരു ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ എന്നുള്ളൊരു പ്രോസസ്സിംഗ് ഉണ്ട്. ആ ടാങ്കിൽ നിന്നും ഹെഡിലേക്ക് ട്യൂബിലൂടെ ഇങ്ക് പാസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിങ്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ പ്രിൻ്ററിൽ പവർ കേബിൾ കണക്ട് ചെയ്യുന്നു. ഈ സമയം ഒരിക്കലും USB കേബിൾ കണക്ട് ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. പവർ കേബിൾ കണക്ട് ചെയ്തു ശേഷം നമുക്ക് പ്രിൻ്റർ ഓൺ ചെയ്യണം. അപ്പോൾ പ്രിൻ്റർ ജസ്റ്റ് ഒന്ന് ഓണാക്കി. ഇനിയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിങ്ങും. എനിക്കും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ കഴിയും. അപ്പം ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെയ്യുക, ധൃതി പിടിച്ച് ഒരിക്കലും ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഓവർ ടെൻഷൻ ആവും വേണ്ട, അത്ര വലിയ കോംപ്ലിക്കേറ്റഡും അല്ല ഇതിനും. അപ്പം പ്രിൻ്റർ ഓൺ ചെയ്താൽ കുറച്ച് നേരം ഇതേപോലെ ഒരു ഇനീഷ്യലൈസേഷനൊക്കെ നടത്തും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ഇതേപോലെ ഒന്ന് ചോദിക്കും ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ. നമ്മൾ ഓക്കെ, ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു, യെസ് കൊടുത്തു. ഇനി ചെയ്യാനുള്ളത് ഇതിൽ ഫസ്റ്റ് സ്റ്റാർട്ട് അലൈൻമെൻറ്റ് ചെയ്യണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റാർട്ട് അലൈൻമെൻറ്റ് യെസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ പേപ്പർ ട്രേയിൽ 2 പേപ്പറിൽ കൂടുതൽ പേപ്പർ വെക്കാനാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇത് കാസറ്റ് ട്രേയിലാണ് ഈ പേപ്പർ വെക്കേണ്ടത്, ഒരിക്കലും ബാക്ക് റിയർ ട്രേയിൽ വെക്കരുത്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്ത് ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് റെഡി ടു കണക്റ്റ്, അതായത് നമ്മളിതിപ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ കമ്പ്യൂട്ടറുമായിട്ടോ മൊബൈലുമായിട്ടോ കണക്റ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. കാരണം അതിന് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഇവിടെ ഏതാണ് വേണ്ടത് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഏതുമില്ല. അപ്പോൾ നമ്മൾ ഡു നോട്ട് കണക്റ്റ് എന്നുള്ളത് ഇതിൽ സെലക്ട് ചെയ്ത് യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ പ്ലീസ് വെയിറ്റ് മൊമെൻ്റിൽ നിന്ന് കാണിക്കും. ശേഷം ഇതേപോലെ അഡ്ജസ്റ്റിംഗ് ഫോർ ഫസ്റ്റ് യൂസ് എന്നുള്ളൊരു മെസ്സേജ് വരും. അവിടെ ഏകദേശം 4 മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് നമ്മോട് പറയുന്നത്. 4 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ പേപ്പർ പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങും. ശ്രദ്ധിക്കുക, ആ പേപ്പർ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് പേപ്പർ പിക്ക് ചെയ്തുകൊണ്ട് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് വെക്കുന്ന പേപ്പർ നല്ല പേപ്പർ ആയിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം. അതേപോലെ ഈ പേപ്പർ സിംഗിൾ പേപ്പറിൽ തന്നെ 2 സൈഡും പ്രിൻ്റ് ചെയ്യും. അപ്പം ഫസ്റ്റ് പേജ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ കൈകൊണ്ട് ഇതേപോലെ എടുക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഉള്ളിലോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ പ്രിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേപ്പർ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തോട്ട് വരും. എന്നിട്ട് നമ്മൾ നിലത്തോട്ട് വീഴുക, അല്ലെങ്കിൽ പേപ്പർ പ്രിൻ്ററിൽ നിന്നും ഇജക്റ്റ് ആയി പോകും ഓട്ടോമാറ്റിക്. നമ്മളൊരിക്കലും ഫിംഗർ ഹാൻഡ് ഉപയോഗിച്ച് ഒരിക്കലും ആ പേപ്പർ വലിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ അലൈൻമെൻറ്റ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേയിൽ അത് ഓക്കെ റെഡി എന്നുള്ളത് കാണിക്കും. ഈ സമയം പവർ ഒരിക്കലും
പ്രിൻ്റർ ഓഫാകാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇതേപോലെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പേപ്പർ ഓട്ടോമാറ്റിക് പുറത്തോട്ട് ഇജക്റ്റ് ആവും. ഇപ്പം നമ്മളെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഇവിടെ കോപ്പി എന്നുള്ള മോഡിലേക്ക് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജിറോക്സ് അല്ലെങ്കിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് ഫോട്ടോ കോപ്പി എടുത്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ടെസ്റ്റിൽ നിന്ന് പേന കൊണ്ട് എഴുതിയിട്ട് നമുക്ക് സ്കാനർ യൂണിറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നോക്കാം. സ്കാനർ സെറ്റിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ആ ഒരു മൂലക്കാണ് വെക്കേണ്ടത്. ആ കാര്യം ശ്രദ്ധിക്കണം. ദെൻ നമ്മൾ കോപ്പി മോഡ് സെലക്ട് ചെയ്യുക. ആൾറെഡി കോപ്പി മോഡ് തന്നെയാണ്. പിന്നെ നമുക്ക് ഏതാണ് വേണ്ടത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റാണ് വേണ്ടത്, കളർ ഫോട്ടോസ് നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യുക. നമ്മളിവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്തു. ആ സമയം സ്കാനിങ് നടക്കുന്നുണ്ട്, പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം പ്രിൻറ്റ് ചെയ്ത് പേപ്പർ പുറത്തോട്ട് ഔട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ ചെയ്ത ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി എന്നാണ് അർത്ഥം. കണ്ടില്ലേ, ടെസ്റ്റ് എന്ന് എഴുതിയത്. അപ്പോൾ എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും സപ്പോർട്ട് തരുന്നതാണ്. ഓക്കെ, ബൈ.